ഹായ്, വെൽക്കം ടു AZB അക്കാഡമി. AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുരാജ്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നിങ്ങൾ എന്താണ് പ്രിലിംസ് എക്സാമുകളെല്ലാം എഴുതി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും അല്ലേ. പലർക്കും പ്രിലിംസ് നന്നായിട്ട് എഴുതാൻ പറ്റി, അവരെന്താണ് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. പലർക്കും എന്താണ് അവർ വിചാരിച്ച പോലെ ഒരു അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല, അതായത് സെൽഫ് ഡൗട്ട് ഉണ്ടാവും, ഞാനിത് ക്ലിയർ ചെയ്യുമോ എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ അടുത്തൊരു എന്ത് എക്സാം ഉണ്ട്, ഓൾറെഡി നമ്മുടെ മുമ്പിൽ അടുത്ത വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു എക്സാം നമ്മുടെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. ഓൾറെഡി അതിൻ്റെ ഡേറ്റ് എല്ലാം ഔട്ടായി, എല്ലാ ജില്ലക്കാരുടെയും ഡേറ്റ് ഔട്ടായി. എന്നാണ് 19 സെപ്റ്റംബറിലാണ് നമ്മുടെ ആദ്യം നാണ്ട് ഇത്ര ഈ 5 ജില്ലക്കാർക്ക് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 17 ഒക്ടോബറിനാണ് ബാക്കി ഇത്ര ജില്ലക്കാർക്ക് നടക്കുന്നത്. 31-നാണ് ബാക്കി ഇത്ര ജില്ലക്കാർക്ക് നടക്കുന്നത്. അപ്പം നിങ്ങളുടെ മുമ്പിൽ എന്തുണ്ട്, പഠിക്കാനായിട്ട് സമയമുണ്ട്. എന്നാൽ നല്ല സമയമുണ്ടോ? ഇല്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ എഫേർട്ട് ഇടേണ്ട ടൈമാണിത്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കട്ട് ഓഫും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, VFAയുടെ കട്ട് ഓഫും കൂടെ ഒന്ന് അറിയാം. നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോകളിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു VFAയുടെ കട്ട് ഓഫ് എന്തൊക്കെയാണെന്ന്. അതാണ്ട് പാലക്കാട് ജില്ലയിൽ എത്രയാണ് കട്ട് ഓഫ്? 71 കട്ട് ഓഫ്. കോഴിക്കോട് എന്താണ് കട്ട് ഓഫ്? 74. ഏറ്റവും വലിയ കട്ട് ഓഫ് ഇവിടെ വന്നത് ട്രിവാൻഡ്രത്താണ്, 82 കട്ട് ഓഫ് വന്നത്. ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് ഇവിടെ വന്നത് വയനാടാണ്, ഇത്രയാണ് 69. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്യാവശ്യം നല്ല കട്ട് ഓഫ്, ഒരു 70+ അല്ലെ ഒരു 75+ കട്ട് ഓഫ് നമ്മൾ ആവറേജ് നമുക്കിതിനുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇനിയുള്ള ടൈം എന്ത് ചെയ്യരുത്, നമ്മൾ ഉളപ്പാൻ പാടില്ല. അല്ലെ നമുക്ക് ഇത് കിട്ടി, ഇനി എനിക്കത് വേണ്ട, നമ്മളുടെ കയ്യിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നത് വരെ, അല്ലെ നമ്മൾ പോയി അവിടെ രജിസ്റ്ററിൽ ഒപ്പിടുന്നത് വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഞാനൊരു എക്സാമിന് 1ാം റാങ്ക് വാങ്ങി, എനിക്കിനി എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കാൻ പാടില്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ രജിസ്റ്ററിൽ ഒപ്പിട്ടതിന് ശേഷമേ നമുക്ക് ജോലി കിട്ടിയെന്ന് നമ്മൾ പറയാനായിട്ട് പാടുള്ളൂ. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് എന്താണ് VFAയുടെ നമ്മൾ പറഞ്ഞു, ഓൾറെഡി ഡേറ്റ് മുമ്പിലുണ്ട്. നമുക്ക് LGSന് അല്ലെ ഇപ്പോഴത്തെ പ്രിലിംസിന് നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയവരും പറ്റാത്തവരും എന്ത് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്ത് തുടങ്ങണം. നമ്മൾക്ക് മുമ്പിൽ എന്താണ്, നമ്മൾ ഓൾറെഡി എല്ലാവരും, നിങ്ങൾ തന്നെ 100 യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ സിലബസ് എക്സ്പ്ലനേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സിലബസ് അറിയുക, നന്നായിട്ട് സിലബസ് അറിയുക, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ നമ്മൾ മനസ്സിലാക്കുക. ഇതിനകത്ത് ഏത് ഏരിയ ഞാൻ പഠിച്ചാൽ, ഏത് ഏരിയ, ഇപ്പോൾ ഞാൻ പറയുന്നു, എനിക്ക് ഭരണഘടന പഠിച്ചാൽ 5 മാർക്ക് എനിക്ക് കിട്ടും. അതേ 5 മാർക്കേ ഉള്ളൂ ഏത്, കലാ, കായികം, സാഹിത്യം, സാംസ്കാരികം. പക്ഷേ പഠിക്കാനുള്ള ടോപ്പിക്കിൻ്റെ കണ്ടൻറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഭരണഘടന പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ കഴിയും. എനിക്കിത് പഠിച്ച് തീർക്കണമെങ്കിൽ കടലോളം ഇൻഫർമേഷൻ ഞാൻ പഠിക്കണം, കറണ്ട് അഫെയർ ഉൾപ്പെടെ. ഇതിനകത്ത് കറണ്ട് അഫെയർ ടോപ്പിക്കും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിക്ക് അറിഞ്ഞ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സിലബസ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിലബസ് എക്സ്പ്ലനേഷനൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 100 ചാനൽ സെർച്ച് ചെയ്താൽ സിലബസിൻ്റെ എല്ലാ രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ VFAയുടെ കാര്യം തന്നെ. എന്താണ്, നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ്, എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ്, ഇതിനർത്ഥം എന്താണ്, വെറുതെ ബുക്ക് എടുത്ത് വെച്ചിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ടോപ്പിക് എടുത്ത് വെച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കാണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു പ്ലാൻ വെച്ചിട്ട് എന്താണ് കറക്റ്റ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പൊളിറ്റിക്സിൻ്റെ ഒരു ടോപ്പിക് ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരുന്നാൽ നമ്മുടെ ബ്രെയിൻ എന്താവും, നമ്മുടെ ബ്രെയിനിൽ അത് കയറില്ല. അല്ലെങ്കിൽ നമുക്ക് തന്നെ മടുക്കും. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ബ്രെയിനെ മടുപ്പിക്കാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠനത്തെ എന്ത് ചെയ്യും, നമ്മൾ ഒരു ദിവസം ഒരു ദിവസം നമ്മൾ മാക്സിമം ടോപ്പിക്സ് പഠിക്കാനായിട്ട് പോയി, പല സബ്ജക്റ്റ്, ഫിസിക്സ്, മാത്സ്, ഫിസിക്സ് എല്ലാം നമ്മൾ എല്ലാത്തിലും നമ്മൾ കയറും. എല്ലാത്തിലും ഒരു 45 മിനിറ്റ് വെച്ച് നമ്മൾ കയറുന്ന രീതിയിൽ, എല്ലാ ദിവസവും ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, മോക്ക് ടെസ്റ്റ് ചെയ്ത് അത് അവിടെ വിട്ട് മാർക്ക് നോക്കി പോവല്ല ചെയ്യേണ്ടത്. മോക്ക് ടെസ്റ്റിൽ എനിക്ക് മാർക്ക് കിട്ടാത്ത ഏരിയ എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അതിനെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ വേണം നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, സാലറി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന ഒരു ദിവസം വരും. നമ്മുടെ കഴുത്തിൽ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് വരുന്നൊരു ഡേറ്റ് നമ്മുടെ മുമ്പിൽ വരും. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം, നമ്മുടെ സക്സസ്സിനെ മാനിഫെസ്റ്റ് ചെയ്യണം. സക്സസ്സിനെ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം, എന്നാലേ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഇത് കിട്ടുള്ളൂ. കേട്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് VFAയുടെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തരുന്നത് എന്താണ്, നമ്മൾ 70 ഡേ ക്രാഷ് കോഴ്സ് എന്നുള്ള രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 70 ഡേയ്സ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഓരോ ദിവസവും ഇത്ര വീഡിയോ വെച്ച് നിങ്ങൾ കണ്ട് നിങ്ങളുടെ സിലബസ് കവർ ചെയ്യിക്കുന്ന രീതിയിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്കിനി എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാനുള്ള സമയമുണ്ട്. ഈ ആദ്യം 19-ാം തീയതി വന്നവർക്ക് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാനുള്ള സമയമില്ല.
പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം പ്രീവിയസ് ഇയർ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് എന്താണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ട് ഉണ്ടാകുന്ന പരിസരങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇടുകയും ഡെയിലി എക്സാംസ് തരികയും അതേപോലെ എന്താണ് 100 മാർക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മോക്ക് ടെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പ്രീവിയസ് ഇയർ എക്സാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഇതേപോലുള്ള കാര്യങ്ങൾ, ലൈഫ് സെക്ഷൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ഇതെല്ലാം നമ്മൾ ഏതിൽ വരുന്നുണ്ട്, നമ്മുടെ VFAയുടെ കോഴ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി VFAയെ കുറിച്ച് ഞാൻ ഇതുവരെ സാർ തുടങ്ങിയില്ല, എനിക്ക് ഇനി തുടങ്ങിയാൽ കിട്ടുമോ, ഇനി തുടങ്ങ്, അതാണ് നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ. ഇനി തുടങ്ങിയാൽ കിട്ടൂല്ലോ, സെൽഫ് ഡൗട്ട് അടിച്ച് നിങ്ങൾ ട്രൈ ചെയ്യാണ്ടിരിക്കുന്നതിലും ബെറ്റർ നിങ്ങൾ ട്രൈ ചെയ്യുന്നത് തന്നെയാണ്. നമുക്ക് ഇനി തുടങ്ങിയാലും നമുക്ക് കിട്ടും, നമ്മളുടെ മൈൻഡ് സെറ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടീമിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. VFAയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ PSCയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്സിമം എന്ത് ചെയ്യുന്നതായിരിക്കും, ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എന്ത് ചെയ്യുക, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ബൈ.